SP ഓഫീസിലേക്ക് വിളിച്ചു. ബോംബ് അവിടെ കത്തിക്കാൻ താല്പര്യമില്ല. അതൊരു വലിയ കെട്ടിടമാണ്. ഈ ഈസ്റ്റ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പോലെ ഒരു ചെറിയ കെട്ടിടമല്ലല്ലോ. ഇതാവുമ്പോൾ കത്തിക്കാം സാധനം. മറ്റേത് അങ്ങനെ കത്തിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മേളിലോട്ടൊക്കെ ഇത് വാരി ഒഴിക്കണ്ടേ, പെട്രോൾ ഒഴിക്കണ്ടേ. പെട്രോൾ വാരി ഒഴിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പമ്പ് ചെയ്യേണ്ടി വരും മേലോട്ട്. ടാങ്കർ കൊണ്ടിട്ട് പമ്പ് ചെയ്യേണ്ടി വരും, നമ്മുടെ രാവണപ്രഭുവിലൊക്കെ കാണിക്കുന്ന പോലെ. അപ്പോൾ ആ പരിപാടി ബുദ്ധിമുട്ടായതുകൊണ്ട് സാജൻ പറഞ്ഞത് ഞാൻ ബോംബ് വെച്ച് പൊട്ടിച്ചു കളയണം. SP എടുത്ത് പറഞ്ഞു, SP ഓഫീസ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ 3 FIR, ഒന്ന് ഈസ്റ്റ്, ഒന്ന് വെസ്റ്റ്, പിന്നെ SP ഓഫീസ്. ഏതാണ്ട് 7 വർഷത്തിന് മുകളിൽ ഇത് കിട്ടും. സാജന് വേണ്ടി പോലീസ് ഇറങ്ങി. സാജൻ്റെ പുത്തൂരിലെ വീട്ടിൽ ചെന്നു. അതുപോലെ തന്നെ സാജനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ശിങ്കിടികളുടെയും വീടുകളിൽ പോലീസ് കയറി നിരങ്ങി, അരിച്ചു പറക്കി പോലീസ്. സാജൻ ഇവിടുന്ന് മുങ്ങി നേരെ തെലങ്കാന സെക്കന്ദരാബാദ് പോയി. സെക്കന്ദരാബാദിൽ ആദ്യം മണാലി, ആദ്യം മൈസൂർ, പിന്നെ മണാലി, പിന്നെ അവിടുന്ന് സെക്കന്ദരാബാദിൽ പോയി. അവിടെ പോയി സാജൻ വേറൊരു പേര് സ്വീകരിച്ചു, വിഷ്ണു എന്നുള്ള ഒരു പേര് സ്വീകരിച്ചു. അതിനുവേണ്ടി സാജൻ ഒരു വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി.